നമസ്കാരം സുഹൃത്തുക്കളെ. രണ്ട് വിഷയങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കൂട്ടായാൽ തടി കഴിച്ചിലാക്കാം. ആരോടാണ് പറയുന്നത്? ഞാൻ പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയോടാണ്. അദ്ദേഹം ഒരു വളരെ ആരാധനായിട്ടുള്ള പരമോന്നത നേതാവാണ്. അദ്ദേഹത്തെ ഉപദേശിക്കാൻ മാത്രം ഒരു വലിയ വ്യക്തിയൊന്നുമല്ല. എന്നാലും ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്, ചുറ്റുമുള്ളവരെല്ലാം കള്ളന്മാരാണ്. എല്ലാം ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിന്റെ അവസ്ഥയാണ് കൂടെയുള്ള എല്ലാത്തിന്റെ അവസ്ഥ. ഒന്നിനെയും വിശ്വസിക്കരുത്, ചതിയന്മാരാണ്. ഇപ്പോൾ സ്കൂട്ടാവുന്നതാണ് ബുദ്ധി. കൂടെയുള്ളവന്മാരൊക്കെ പറയും നമ്മളെല്ലാം സ്ട്രോങ് ആണ്, ഒന്നുമില്ല. പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത്ര ശുഭസൂചനമല്ല. മുള്ളബാനയുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണോ? എന്തുകൊണ്ടാണ് ഇറാനിൽ ഇത് അടിച്ചമർത്താൻ സാധിക്കാത്തത്? 250ഓളം പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഇന്റർനെറ്റ് അവസാനിപ്പിക്കുന്നു. അമേരിക്ക അടിക്കുമെന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന റാലികൾ, പെൺകുട്ടികൾ പരസ്യമായി പുകവലിക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വരികയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നു? ആദ്യമേ ഞാൻ പറയട്ടെ, ഖമേനി, താങ്കൾ നാടുവിടണം. വെയിറ്റ് ചെയ്യരുത്, ഒരു നിമിഷം പോലും ഇറാനിൽ നിൽക്കരുത്. കാരണം താങ്കളുടെ മുമ്പിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ലിബിയ, ഇറാഖ്, അതോടൊപ്പം തന്നെ നമ്മുടെ കറാക്കസിൽ നിന്ന് വെനിസുലവയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ മഡൂറോ തൊട്ടടുത്താണ്. ഇവിടെ അധികം ദൂരമൊന്നുമില്ല. നല്ല തണുപ്പാണ് ഇവിടെ. ആ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നിരുന്ന മഡൂറോയാണ് വലിച്ചിടച്ചാൻ അമേരിക്കയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. എന്തുമാത്രം ക്രൂരതയാണ് ഇവന്മാര് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? മഡൂറോയോട് 2 മാസം മുമ്പ് തുർക്കിയുടെ പ്രസിഡന്റ് എഡ്രോഗൻ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ഉള്ളതിൻ്റെയൊക്കെ പകുതി ഞങ്ങൾക്കിതാ, എനിക്കൊരു 10, പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാം ഒരു 10, നീ ഇങ്ങോട്ട് പോരെ, സുഖമായി താമസിച്ചോ, എല്ലാം കിട്ടും, ഒരു കൊട്ടാരവും തരാം, എല്ലാ സംഭവങ്ങളും ഒരുപ്പിച്ച് തരാം, ഇവിടെ കൂടിക്കോ. അപ്പോൾ അദ്ദേഹം വളരെ ആത്മവിശ്വാസമായിരുന്നു. അണ്ടർ എസ്റ്റിമേറ്റ് അമേരിക്ക, ചൈന വരും, പിന്നെ റഷ്യ വരും എന്നുള്ള ആത്മവിശ്വാസത്തിൽ അദ്ദേഹം അവിടെ കസേരയിൽ ഉറപ്പിച്ചിരുന്നു. കട്ടിലോടെ പൊക്കി അമേരിക്ക. ഇപ്പോൾ അത് തോന്നുകയായിരിക്കും, ആ ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് എവിടെയായിരുന്നേനെ? തുർക്കിയിലെ ഏതോ ഒരു റിസോർട്ടിൽ ഒരു പക്ഷെ എൻജോയ് ചെയ്യാമായിരുന്നു. നാളെ ഒരു പക്ഷെ തിരികെ പോകാമായിരുന്നു. എവിടേക്ക്? വെനിസ്വേലയിലേക്ക്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഖമേനിയും മകനും രക്ഷപ്പെട്ടാൽ ഒരു പക്ഷെ തിരിച്ചു വരവ് സാധ്യമുണ്ടാകും എന്നെങ്കിലും. 85 ബില്യൺ ഡോളറാണ് ആസ്തി പറയുന്നത്. സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട് ആർക്ക്? ഖമേനിക്കും മകനും എന്നാണ് പറയുന്നത്. ഈ 85-ൽ ഒരു 10 ട്രംപിന് കൊടുക്കുക, ഒരു 10 നെതന്യാഹുവിന് കൊടുക്കുക, 5 വെച്ചിട്ട് ഷീ ജിൻപിങ്ങിനും പിന്നെ പുട്ടിന് 10 കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ ബാക്കി 50 കൊണ്ട് സുഖമായി ജീവിക്കാം. സ്വർണമാണ് എല്ലാം എന്നാണ് അറിയുന്നത്. സ്വർണം ഒരു വിമാനത്തിൽ. അസാദിന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അസാദ് ഇതുപോലെയായിരുന്നു, തടി കഴിച്ചിലാക്കി. അവന് മനസ്സിലായി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെയൊക്കെ തൊപ്പി പോലെ തലയുണ്ടെങ്കിലേ തൊപ്പി വെക്കാൻ പറ്റൂ. അതുകൊണ്ട് അവൻ കഴിച്ചിലായി. ഒരു വിമാനത്തിൽ കയറി ഭാര്യയുമായി സ്വർണവുമായി റഷ്യയിൽ പോയി പകുതി എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അവിടെ എവിടെയോ താമസിക്കുന്നു. നാളെ ഒരു പക്ഷെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണ് അസാദ് അവിടുന്ന്. ഇപ്പൊ സിറിയ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖമേനിയും മകനും രക്ഷപ്പെട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അമേരിക്ക വന്ന് ഇറാനെ ഒരു ലെവലാക്കി മാറ്റും. 4 ഭാഗമാക്കി മാറ്റും. ഒരു സ്ഥലത്ത് കുർദിഷ് സേന, ഒരു സ്ഥലത്ത് ഐസിസ് സേന, ഒരു സ്ഥലത്ത് വേറെ സേന, ഈ സേന, അങ്ങനെ എല്ലാ സേനകളും കൂടി ആവുക. ദൈവമേ, ഞാൻ കൺഫ്യൂഷൻ ആവുക. ആ ഗ്യാപ്പിൽ ഒരു പ്രദേശത്തിന്റെ തലവനായിട്ട് ഒരു പക്ഷേ തിരിച്ചു വരാൻ സാധിക്കും. മകനെങ്കിലും തിരിച്ചു വരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാല് സദാമിന്റെയും ഗദാഫിയുടെയും അവസ്ഥയായിരിക്കും. ഈ ഗദാഫി ഇതുപോലെയായിരുന്നു, വലിയ വീരവാദം മുലക്കി ലിബിയയില്. ഞാൻ പോകില്ല. അവസാന നിമിഷം പോകാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി കാറിൽ നിന്ന് ഇറങ്ങിയ ഗദാഫിയെ റോട്ടിലിട്ട് വലിച്ച്, ചെളിക്കുണ്ടിലിട്ട് വലിച്ച് തല്ലിക്കൊല്ലുകയായിരുന്നു ജനങ്ങൾ. സ്വന്തം ജനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. സദാമിന് ആരാണ് പിടിച്ചു കൊടുത്തിരിക്കുന്നത്? സ്വന്തം ആളുകൾ, അല്ലെ? എവിടെയോ ഒരു മരുഭൂമിയിൽ പോയി ഒളിച്ചു പാർത്ത് കഴിയുകയായിരുന്നു. ഗ്യാപ്പ് കിട്ടിയതാണ്. ഈ ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിന്റെ അവസ്ഥയായിരുന്നു. കൂടെയുള്ളവന്മാരെല്ലാം അമേരിക്ക വന്നാൽ നമ്മളെല്ലാം ചെയ്യും,
അമേരിക്കയിലേക്ക് മുങ്ങാനുള്ള വിസയും തയ്യാറാക്കിയായിരുന്നു വിദേശകാര്യമന്ത്രി അടക്കം സദാമിന്റെ കൂടെ നിന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പം കമീനയുടെ കൂടെ ഉള്ളവന്മാരെല്ലാം ഫ്രാൻസ് വിസ കൈക്കലാക്കിയിരിക്കുകയാണ്. ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ മുങ്ങല, ഒറ്റ സ്കൂട്ടാവില്ല, ഒന്നിനെയും കാണില്ല. അദ്ദേഹത്തിന്റെ മകനും മാത്രമായി മാറും. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക താങ്കൾ. ഗ്യാപ്പ് കിട്ടിയ ഇപ്പൊ തന്നെ വിട്ടേക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ പടരുകയാണ് 250ഓളം നഗരങ്ങളിലേക്കാണ് ഈ പ്രക്ഷോഭം പടരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കാരണം എന്തുകൊണ്ടാ? പോലീസും പട്ടാളത്തിനും മനസ്സിലായിരിക്കുന്നു മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശുകയാണ്. അവർ നിഷ്ക്രിയരാണ്, അവർ ഒന്നും ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതിൽ 50 അല്ലെങ്കിൽ 60 പോലീസുകാർ ഇവരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. നീ ആരുമില്ല. അപ്പൊ ഈ ഒരു പ്രക്ഷോഭം ഇങ്ങനെ ആവാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഇത്തരൊരു കൺട്രോൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് പട്ടാളവും പോലീസും IRGസും ഒന്നും കൺട്രോൾ ഇല്ല. രണ്ടാം നേരം നേതാക്കന്മാർ നേരത്തെ പറഞ്ഞാണ്, എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഇന്ന് ബ്ലോക്ക് ആക്കുന്നു. പിന്നെ ഇന്റർനെറ്റ് ബ്ലോക്ക് ആക്കിയ കാര്യമില്ല. കാരണം ഈ ഇലോൺ മസ്ക് ആണെങ്കിൽ ഈ സ്റ്റാർലിങ്ക് അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അസർബൈജാനിൽ നിന്ന് ആളുകൾ സ്റ്റാർലിങ്കിന്റെ സാധനം കട്ടുകൊണ്ട് പോയിട്ട്, അതെല്ലാം ഇപ്പൊ ഇറാനിലെ മുഴുവൻ സ്റ്റാർലിങ്ക് ആണ്. അത് വേറെ പ്രശ്നം. കാരണം എല്ലാവർക്കും ഇപ്പൊ ഇന്റർനെറ്റ് അപ്ലോഡ് സ്പീഡ് 200-300 സ്റ്റാർലിങ്ക് പടപടനം കയറി വരുന്നേ. കൈവിട്ടു പോവുകയാണ് ജനങ്ങള്. കാരണം പലതുമായിക്കോട്ടെ. പക്ഷെ എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത്, മഹത്തമായ രാജ്യമാണ്, നല്ല സംസ്കാരമാണ് പേർഷ്യക്കാരുടെ. ആ രാജ്യം ഒരിക്കലും 4ആയി വിഭജിച്ചു പോകരുത്. വിഭജിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അടികൂടലായിരിക്കും. ശരിക്കും ഇറാഖ് പോലെയായിരിക്കും. ഇറാഖിൽ ഒരു സമാധാനമില്ല, ലിബിയയിലില്ല, ടുണീഷ്യയിലില്ല, സിറിയയിലില്ല, യമനിലില്ല. അതുപോലെ ആകാതിരിക്കട്ടെ. മനോഹരമായൊരു സംസ്കാരമാണ് ഇറാനിലെ ജനങ്ങളുടെ. അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ. ഒരുപക്ഷെ നാളെ ആരാണോ വരുന്നത്, ഇപ്പൊ ഈ ഷാ ഒരു എന്ന് പറയുന്നുണ്ട്, അമേരിക്കയാണോ അത് ഇസ്രായേൽ ആരോ ആണോ ആയിക്കോട്ടെ, പക്ഷെ ആ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാവുന്ന ഒരു നേതാവ് വരട്ടെ. ഖമേനി സാർ, താങ്കൾ പോവൂ. ഒരു 10 വർഷം കഴിയുമ്പോൾ മകൻ ഒരു പക്ഷേ പണവും കരുത്തും ഉണ്ടെങ്കിൽ തിരിച്ചു വരാം. ഇപ്പോൾ താങ്കൾ പിൻവാങ്ങൂ.